ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബ് ചാനലിൽ നമുക്ക് പുതുതായി ഒരു മോഡറേറ്ററെ കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന് പുതിയ ഒരു മോഡറേറ്റർ റോൾ കൂടി വന്നിരിക്കുകയാണ്. എന്താണ് ഈ മോഡറേറ്റർ റോൾ എന്നും ഇതിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടതാണ് യൂട്യൂബിന്റെ പുതിയ മോഡറേറ്റർ റോൾ. അതായത് നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കമന്റ്സ് എല്ലാം വരാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന കമന്റ്സ് എല്ലാം റിവ്യൂ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ലൈവ് സ്ട്രീമിന് വരുന്ന കമന്റ്സിന് റിപ്ലൈ ചെയ്യാനെല്ലാം പുതിയ മോഡറേറ്റർക്ക് സാധിക്കും. യൂട്യൂബിൽ നിലവിൽ അവൈലബിൾ ആയ മോഡറേറ്റർ റോൾസ് ഏതെല്ലാം എന്നതിനെക്കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കുക. എങ്ങനെയാണ് നമ്മുടെ ചാനലിന് മോഡറേറ്റർ ആഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ആ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. പുതുതായി വന്നിരിക്കുന്ന ഈ ഒരു മോഡറേറ്റർ റോൾ ഇത് വളരെയധികം പ്രയോജനപ്രദമായ ഒന്നാണ്. ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ വരുന്ന കമൻസിനെല്ലാം ഈ മോഡറേറ്റർക്ക് പലവിധ ആക്ഷൻസ് എല്ലാം എടുക്കാൻ സാധിക്കും. അതായത് കമൻസ് എല്ലാം വരുമ്പോൾ ഇത് ശരിയായ കമൻസ് ഒന്നുമല്ല വരുന്നത് എങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാനെല്ലാം ഈ മോഡറേറ്റർക്ക് സാധിക്കും. അതുപോലെ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ ചില വ്യൂവേഴ്സ് അവർ കണ്ടിന്യൂസ് ആയി മെസ്സേജസ് എല്ലാം അയക്കാറുണ്ട്. ഇത്തരത്തിൽ കമൻസ് എല്ലാം അയക്കുന്ന വ്യൂവേഴ്സിന്റെ ടൈം എല്ലാം സെറ്റ് ചെയ്യാൻ പുതിയ മോഡറേറ്റർക്ക് സാധിക്കും. അതായത് അവർ ഒരിക്കൽ ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം അവർക്ക് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞായിരിക്കും അടുത്ത ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കുക. അതിനാൽ തന്നെ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ സേഫ് ആക്കുന്നതിന് വേണ്ട, അതായത് നമുക്ക് വരുന്ന കമന്റ്സിൽ എല്ലാ ആക്ഷൻസും പുതിയ മോഡറേറ്റർക്ക് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്